150 കോടിയോളം ജനങ്ങളും ഡസൻ കണക്കിന് ഭാഷകളും സംസ്കാരങ്ങളും പ്രാദേശികതയുമുള്ള ഇന്ത്യ, ഹൈവേ, നിക്ഷേപം, ദേശീയ സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും എല്ലാ വർഷവും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് ശ്രമിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം എതിർത്ത് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇവയെല്ലാം നേടിയെടുക്കാൻ പ്രയാസമാണ്. ഇന്ത്യയുടെ ദീർഘകാല വികസനത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണമാണ്. ഇവ രണ്ടും ഏകോപനത്തോടെ പ്രവർത്തിക്കുമ്പോൾ വികസനവും നിക്ഷേപവും വർദ്ധിക്കുകയും ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുകയും ചെയ്യും. രാഷ്ട്രീയ ഭിന്നതകൾ ഭരണത്തെ സ്വാധീനിക്കുമ്പോൾ പുരോഗതി മന്ദഗതിയിലാകുകയും അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യാം. ഇന്ത്യക്ക് വളരെ വലിയ വികസന വെല്ലുവിളികളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. റെയിൽവേ, പ്രതിരോധം, ഊർജം, ഡിജിറ്റൽ തുടങ്ങിയ പ്രധാന ദേശീയ പദ്ധതികൾക്ക് ദീർഘകാല ആസൂത്രണവും ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ ഏകോപിത നടപ്പാക്കലും ആവശ്യമാണ്. പാർലമെന്റിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു കേന്ദ്ര സർക്കാരിന് ദീർഘകാല നയങ്ങൾ രൂപീകരിക്കാനും നടപ്പിലാക്കാനും കഴിയും. ദീർഘകാല പദ്ധതികളുടെ ഫലങ്ങൾ കണ്ടു തുടങ്ങാൻ വർഷങ്ങൾ എടുത്തേക്കാം. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് സഖ്യകക്ഷികൾ മുൻഗണന നൽകുമ്പോൾ ശിഥിലമായ കൂട്ടുമുന്നണി സർക്കാരുകൾക്ക് പല വെല്ലുവിളികളും നേരിടേണ്ടി വരും. നിർണായക തീരുമാനങ്ങളിലെ കാലതാമസം, വിട്ടുവീഴ്ചകൾ, അനിശ്ചിതത്വം എന്നിവയും സഖ്യ സർക്കാരുകളിൽ സാധാരണമാണ്. ഇന്ത്യയിൽ സഖ്യ സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ സ്ഥിരത ഭരണ കാര്യക്ഷമതയും നയതുടർച്ചയും നൽകുന്നു. ഏറ്റവും ശക്തമായ കേന്ദ്ര സർക്കാരിനു പോലും എല്ലാ നയങ്ങളും നേരിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല. ക്രമസമാധാനം, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, മുനിസിപ്പൽ ഭരണം എന്നിവയുൾപ്പെടെ മിക്ക പൊതുസേവനങ്ങളും നൽകുന്നത് സംസ്ഥാന സർക്കാരുകൾ വഴിയാണ്. അതുകൊണ്ടുതന്നെ പല കേന്ദ്ര സർക്കാർ പദ്ധതികളും സംസ്ഥാനതല നിർവഹണങ്ങളിൽ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണം അംഗീകാരം, ഭൂമി ഏറ്റെടുക്കൽ, നിക്ഷേപം, ക്ഷേമ പദ്ധതി, അടിസ്ഥാന സൗകര്യ നിർമ്മാണം തുടങ്ങിയവ വേഗത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ ദൃശ്യമായ പുരോഗതി കാണുന്നതുകൊണ്ട് ഏത് സർക്കാരിനാണ് കൂടുതൽ രാഷ്ട്രീയ അംഗീകാരം എന്നതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക കുറവായിരിക്കും. ആധുനിക സാമ്പത്തിക വളർച്ച പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഒരു സംസ്ഥാനത്തുള്ള ഫാക്ടറിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള റോ മെറ്റീരിയൽസ്, പോർട്സ്, നാഷണൽ ഗ്രിഡ് ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, കേന്ദ്ര സാമ്പത്തിക നയങ്ങൾ, വ്യാപാര കരാറുകൾ മുതലായവയെ ആശ്രയിക്കേണ്ടി വന്നേക്കാം. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഒരു സംയോജിത സംവിധാനമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഉദാഹരണമാണ്. നിക്ഷേപകർ പൊതുവെ നയപരമായ ഉറപ്പ്, ഭരണക്ഷമത, രാഷ്ട്രീയ സ്ഥിരത എന്നിവയാണ് ഇഷ്ടപ്പെടുന്നത്. വിവിധ സർക്കാരുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, നിയന്ത്രണങ്ങൾ, അംഗീകാരങ്ങൾ, ലോങ് ടേം പ്ലാനിംഗ് എന്നിവയിലെ അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണമാകും. ഇവ നിക്ഷേപകരെ നിരുത്സാഹപ്പെടുത്തുകയും സാമ്പത്തിക അവസരങ്ങൾ കുറയ്ക്കുകയും ചെയ്തേക്കാം. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കിടയിലും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വിജയകരമായി പരിവർത്തനം ചെയ്ത രാജ്യങ്ങൾ ദേശീയ, പ്രാദേശിക ഭരണകൂടങ്ങൾക്കിടയിൽ ശക്തമായ ഏകോപനമുള്ളവരാണ്. ഏകോപനവും സഹകരണവും അനിവാര്യമായ മറ്റൊരു മേഖലയാണ് ദേശീയ സുരക്ഷ. അതിർത്തി സുരക്ഷ, ഭീകരവാദം, അനധികൃത കുടിയേറ്റം, സൈബർ സുരക്ഷ, സംഘടിത കുറ്റകൃത്യ ശൃംഖലകൾ, നിയമവിരുദ്ധ കടത്ത്, ദുരന്ത പ്രതികരണ ആവശ്യകതകൾ എന്നിവയുൾപ്പെടെ സങ്കീർണമായ സുരക്ഷാ വെല്ലുവിളികൾ ഇന്ത്യ നേരിടുന്നു. പ്രതിരോധം കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിലും വിവരശേഖരണം, പോലീസിംഗ്, ആഭ്യന്തര സ്ഥിരത എന്നിവയിൽ സംസ്ഥാന സർക്കാരുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സർക്കാരുകളുടെ വിവിധ സുരക്ഷാ ഏജൻസികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ബാഹ്യവും ആന്തരികവുമായ ഭീഷണികളെ കൈകാര്യം ചെയ്യാൻ രാജ്യം കൂടുതൽ സജ്ജമാകും. സുരക്ഷയുടെ കാര്യങ്ങളിൽ രാഷ്ട്രീയ മത്സരങ്ങൾക്കുപരിയായി ദേശതാൽപര്യത്തിന് മുൻഗണന നൽകുന്നതാണ് ഉത്തമം. ആരോഗ്യകരമായ രാഷ്ട്രീയ മത്സരം ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. എന്നിരുന്നാലും കൺസ്ട്രക്റ്റീവ് ഒപ്പോസിഷനും എല്ലാ കാര്യങ്ങളിലും ഭരണപക്ഷത്തെ തടസ്സപ്പെടുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിരന്തരമായ ഏറ്റുമുട്ടലായി പരിണമിക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം മത്സരിക്കുന്നത് ഭരണത്തെ ബാധിക്കും. അനന്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നതിനു പകരം പ്രശ്നപരിഹാരങ്ങളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാരുകൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെടാതെ പ്രകടനങ്ങളിൽ മത്സരിക്കുമ്പോഴാണ്
വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്താൻ കഴിയുന്നത്. അതേസമയം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ വൈവിധ്യം പരിധികളും പരിമിതികളും സൃഷ്ടിക്കുന്നതാണ്. ഓരോ പ്രദേശത്തും സവിശേഷമായ സാംസ്കാരിക പാരമ്പര്യങ്ങൾ, സാമ്പത്തിക ശക്തികൾ, ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങൾ, സാമൂഹിക മുൻഗണനകൾ, വികസന വെല്ലുവിളികൾ എന്നിവ നിലനിൽക്കുന്നു. പൂർണ്ണമായും കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിന് ഈ പ്രാദേശിക വ്യത്യാസങ്ങളെ ഫലപ്രദമായി അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞെന്നു വരില്ല. പ്രാദേശിക ആവശ്യങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് ആഴത്തിലുള്ള ധാരണ ഉള്ളതുകൊണ്ട് സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ പരിഹാരങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ദേശീയ അധികാരത്തെയും സംസ്ഥാനതല സ്വയം ഭരണത്തെയും സന്തുലിതമാക്കുന്നത്. ഇന്ത്യക്ക് അനുയോജ്യമായ മാതൃക തീവ്രമായ കേന്ദ്രീകരണമോ പ്രാദേശിക വിഘടനമോ അല്ല. ഇന്ത്യയുടെ ശക്തി ഐക്യം, വൈവിധ്യം എന്നിവയിൽ നിന്നാണെന്ന് കോഓപ്പറേറ്റീവ് ഫെഡറലിസം അംഗീകരിക്കുന്നു. ശക്തമായ ദേശീയ ചട്ടക്കൂടിനൊപ്പം പ്രാദേശിക വെല്ലുവിളികളെ നവീകരിക്കാനും അഭിസംബോധന ചെയ്യാനും മതിയായ വഴക്കം സംസ്ഥാനങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ത്യയുടെ ഭാവി നയങ്ങളെ മാത്രമല്ല, സർക്കാരുകളുടെ ഫലപ്രദമായ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. സ്ഥിരതയുള്ള പ്രാപ്തിയുള്ള ഒരു കേന്ദ്ര സർക്കാരിന് ദേശീയ ദിശാബോധം, തന്ത്രപരമായ ആസൂത്രണം, നയത്തുടർച്ച എന്നിവ നൽകാൻ കഴിയും. ശക്തവും പ്രതികരണശേഷിയുള്ളതുമായ സംസ്ഥാന സർക്കാരുകൾക്ക് വികസനം താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും കഴിയും. ശക്തമായ ഒരു രാഷ്ട്രം, ശാക്തീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ, വികസനത്തിനായുള്ള പങ്കിട്ട പ്രതിബദ്ധത എന്നിവയുടെ ശരിയായ സന്തുലിതാവസ്ഥ കൈവരിക്കുക എന്നതാണ് ഇന്ത്യയുടെ മുന്നിലുള്ള വെല്ലുവിളിയും അവസരവും. ഭരണത്തിൽ ശ്രദ്ധിക്കാതെ, ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാതെ, രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി മാത്രം നിലകൊള്ളുന്ന സർക്കാരുകളുടെയും പാർട്ടികളുടെയും പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.